നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഉപയോഗിക്കാൻ. അപ്പോഴാണ് നമുക്ക് പിഴിയുമ്പോൾ പൊട്ടാതെ ഇടിയപ്പത്തിന് നമുക്ക് പിഴിയാൻ പറ്റുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ മാവിൻ്റെ മേലെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോഴാണ് മാവ് ഉണങ്ങാണ്ടിരിക്കുള്ളൂ. പിന്നെ ഒരു പോർഷൻ മാവ് എടുത്തിട്ട് നമ്മൾ പിഴിയാൻ പോകുന്ന അച്ച് വെളിച്ചെണ്ണ വെച്ച് ഗ്രീസ് ചെയ്യുക. പിന്നെ ആ ചില്ല് വന്നിട്ട് നന്ന ചെറിയ ഓട്ടകൾ, കുറേ ഓട്ടകളുള്ള ചില്ലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഞ്ഞി പോലെയുള്ള ഇടിയപ്പം നമുക്ക് പിഴിയാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവിനെ നിറച്ച് കൊടുക്കാം. പിഴിയാൻ പോകുന്ന പ്ലേറ്റ് കൂടി ഒന്ന് വെളിച്ചെണ്ണ വെച്ച് ഗ്രീസ് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ഇടിയപ്പത്തിനൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പിഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള തുരുവിയ തേങ്ങ അതിന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇടിയപ്പം കഴിക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഇതിനെ നമുക്ക് അതിൽ ഇറക്കിയിട്ട് ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് അതിന് ശേഷം ഇവിടെ തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഇടിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി സ്വീറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, നമ്മൾ പച്ചരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. അപ്പോഴാണ് പിഴിയുമ്പോൾ പൊട്ടാതെ നമുക്ക് പിഴിയാൻ പറ്റുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ചില്ല് കുറേ ഓട്ടകളുള്ളതായിരിക്കണം. നല്ല ചെറിയ ഓട്ടകളായിരിക്കണം. അപ്പോഴാണ് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.